ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഫുഡ് ലോ എന്ന സെക്ഷൻ്റെ രണ്ടാമത്തെ വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ബേസ് തന്നെ ലഭിച്ചിരിക്കുമെന്ന് കരുതുന്നു. എല്ലാവരും വളരെ നന്നായി തന്നെ പഠിക്കുക. FSO റിലേറ്റഡ് ബുക്ക്ലെറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനത്തിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ നോട്ട്സും അതുപോലെ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ അവസാനം നൽകുന്നതാണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന പോസ്റ്റിനെ കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങൾ, സെക്ഷൻ, ചാപ്റ്റേഴ്സ് എന്നിങ്ങനെയുള്ളവയെല്ലാം നാം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 കണ്ടെയ്ൻ ഡാഷ് നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ്. കഴിഞ്ഞ വീഡിയോയിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻസ് 9, 10, 11, 12. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 12. ടോട്ടൽ 12 ചാപ്റ്റേഴ്സാണ് ഈ ആക്റ്റിൽ പറയുന്നത്. ഫസ്റ്റ് വൺ പ്രിലിമിനറി ആണ്, അതായത് ടെക്നിക്കൽ ടേംസിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് വൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് FSSAI, അതായത് ചെയർപേഴ്സൺ, ടേംസ്, എന്താണ് അവരുടെ പവേഴ്സ്, ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. മൂന്നാമത്തത് ജനറൽ പ്രിൻസിപ്പിൾസ്, പേര് പോലെ തന്നെ ഫുഡ് സേഫ്റ്റിനെ കുറിച്ചുള്ള പ്രിൻസിപ്പിളാണ് പറയുന്നത്. ഫോർത്ത് വൺ ജനറൽ പ്രൊവിഷൻസ് ആസ് ടു ആർട്ടിക്കിൾ ഓഫ് ഫുഡ്, അതായത് ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസിനെ കുറിച്ച്, ഫുഡ് പ്രോസസ്സിംഗ് എയ്ഡ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഫോർമേഷനാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഫിഫ്ത്ത് വൺ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇമ്പോർട്ട്, അതായത് ഇമ്പോർട്ടിംഗ് എനി ഫുഡ് പ്രോഡക്റ്റ് ഇൻ ദ കൺട്രി. ഇമ്പോർട്ട് എന്താണെന്ന് നമുക്കറിയാം. ഇമ്പോർട്ട് മീൻസ് ബ്രിങ്ങിങ് ടു ഇന്ത്യ എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ബൈ ലാൻഡ്, സീ ഓർ എയർ, നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഫിഫ്ത്ത് ചാപ്റ്ററിൽ പറയുന്നത്. സിക്സ്ത് വൺ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആസ് ടു ഫുഡ് സേഫ്റ്റി, എന്ന് വെച്ചാൽ ഫുഡ് സേഫ്റ്റിയുമായി റിലേറ്റ് ചെയ്തിട്ട് പലർക്കുമുള്ള റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഡ്യൂട്ടീസ് ഓഫ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആൻഡ് ദോസ് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു ബിസിനസ്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അത് മാനുഫാക്ചറിങ്, റീറ്റെയിലേഴ്സ്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് ഉൾപ്പെടുന്ന ഒരു പ്രോസസ്സാണ്. സോ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയുന്നതാണ് സിക്സ്ത് ചാപ്റ്റർ. സെവൻത്ത് വൺ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ ആക്ട്. ഇറ്റ് എക്സ്പ്ലെയിൻ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് കമ്മീഷണർ. ഒരു കമ്മീഷണർക്ക് എന്തെല്ലാം ഡ്യൂട്ടി ഉണ്ട്, അതായത് ലൈസൻസിൻ്റെ കാര്യം, രജിസ്ട്രേഷൻ, ലീഗൽ പവേഴ്സ്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. അതിനെക്കുറിച്ചുള്ളതാണ് സെവൻത്ത് ചാപ്റ്റർ. എയ്ത്ത് വൺ അനാലിസിസ് ഓഫ് ഫുഡ്. നമുക്കറിയാം ഈ ഓരോ ഫുഡ് പ്രോഡക്റ്റും ലബോറട്ടറീസിൽ ടെസ്റ്റിങ്ങിനായി അയക്കുന്നതാണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ അനാലിസിസിനെ കുറിച്ചുള്ളതാണ് എയ്ത്ത് ചാപ്റ്റർ. നയൻത്ത് വൺ ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ്, അതായത് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫുഡ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവർക്കുള്ള പെനാലിറ്റി, ഒഫൻസസ് എന്താണ്, അതിനെക്കുറിച്ചാണ് ഈ നയൻത്ത് ചാപ്റ്ററിൽ പറയുന്നത്. ഇറ്റ് മെൻഷൻസ് ദ പെനാലിറ്റീസ് ഫോർ സെല്ലിംഗ് സബ്സ്റ്റാൻഡേർഡ് ഓർ പുവർ ക്വാളിറ്റി ഫുഡ് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് അഡൾട്ടറേഷൻ, അൺഹൈജീനിക്, അൺസേഫ്. അതുപോലെ തന്നെ ഒരു കസ്റ്റമറിൻ്റെ ഡെത്തിന് കാരണമായാൽ അതിനെന്താണ് പെനാലിറ്റി, അങ്ങനെ അത്തരം കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നയൻത്ത് ചാപ്റ്റർ. ടെൻത്ത് വൺ അഡ്ജൂഡിക്കേഷൻ ആൻഡ് ഫുഡ് സേഫ്റ്റി, അപ്പോയിൻമെൻറ്റ് ഡ്യൂട്ടീസ്, അതുപോലെ റോൾ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫീസർ, അത്തരം കാര്യങ്ങളാണ് അഡ്ജൂഡിക്കേഷൻ എന്ന് പറയുന്നത്. അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ എന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസുമായി റിലേറ്റ് ചെയ്തതാണ്. RDO, റവന്യൂ ഡിവിഷണൽ ഓഫീസ്. അദ്ദേഹത്തിന് ഉള്ള പവറാണ്
ചെറിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് ലാബലിങ്, മാനുഫാക്ചറിങ്, അതുപോലെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയർ ഡേറ്റ് ഒക്കെ നമുക്കറിയാം. അത്തരം കാര്യങ്ങൾ, അതുപോലെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്, ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള പവർ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്ക് ഉള്ളതാണ്. അൺസേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അത് ജുഡീഷ്യലിൻ്റെ, അതായത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയിലേക്ക് മാറ്റും. ദെൻ 11th വൺ, ഫിനാൻസ്, അക്കൗണ്ട്സ്, ഓഡിറ്റ്സ് ആൻഡ് റിപ്പോർട്ട്. നമുക്കറിയാം ബഡ്ജറ്റ്, ഓഡിറ്റ്, ആനുവൽ റിപ്പോർട്ട്, ഇത്തരം കാര്യങ്ങൾ, അതായത് ഫുഡ് അതോറിറ്റിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് 11th ചാപ്റ്റർ. 12th വൺ, മിസില്ലേനിയസ്. It mentioned the authority of state and central government, transfer orders, penalties, അതൊക്കെ ഈ ഒരു കേസിൽ വരുന്നതാണ്. മിസല്ലേനിയസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് അതെല്ലാം ഉൾപ്പെടുന്നത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ 12 ചാപ്റ്റേഴ്സ് എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Food Safety and Standard Act 2006 contain dash number of sections. Options 83, 97, 101, 113. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 101. അതായത് 101 സെക്ഷനുകളാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 ഉൾപ്പെടുന്നത്. അത് എല്ലാം നാം പഠിക്കേണ്ടതില്ലെങ്കിലും കുറച്ച് പ്രധാനപ്പെട്ട സെക്ഷൻസ് പല പല വീഡിയോയിലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 2 സെക്ഷനാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, സെക്ഷൻ 16, 16ാമത്തെ സെക്ഷൻ എന്ന് വെച്ചാൽ ഫങ്ഷൻസ് ഓഫ് ഫുഡ് അതോറിറ്റി. ഫുഡ് അതോറിറ്റിയുടെ ഡ്യൂട്ടീസിനെ കുറിച്ചും ഫങ്ഷനെ കുറിച്ചും പറയുന്നതാണ് സെക്ഷൻ 16. Food authority to regulate and monitor the manufacture, processing, distribution, sale and import of food so as to ensure safe and wholesome food. നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫുഡ് ലഭിക്കുക എന്ന ഒരു കാര്യം പരിഗണിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 16 എന്ന് പറയുന്നത്. മറക്കരുത്, ഫങ്ഷൻസ് ഓഫ് ഫുഡ് ആൻഡ് അതോറിറ്റി. ദെൻ അടുത്തത് സെക്ഷൻ 23, പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഫുഡ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെക്ഷനാണ്. പ്രസൻറ്റേഷൻ ഓഫ് ഫുഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ്, അപ്പിയറൻസ് ഓഫ് പാക്കേജിംഗ്, പാക്കേജിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്, അതുപോലെ ഡിസ്പ്ലേ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സെക്ഷനാണ്. ലേബലിംഗ് കറക്റ്റാണോ, അതിൽ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും മാർക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഈ 2 സെക്ഷനാണ് ഇന്നിവിടെ പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കുവാനും ഓർത്തു വയ്ക്കാനുമുള്ള എളുപ്പത്തിനാണ്. മറ്റു സെക്ഷൻസ് ഇനിയുള്ള വീഡിയോയിലൂടെ ഞാൻ അറിയിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫുഡ് അനലിസ്റ്റ് ആഫ്റ്റർ റിസീവിംഗ് ദ സാമ്പിൾ ഫ്രം ദ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷോൾ അനലൈസ് ദ സാമ്പിൾ ആൻഡ് സെൻഡ് ദ അനാലിസിസ് റിപ്പോർട്ട് മെൻഷനിങ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ് വിതിൻ ഡാഷ് ഡേയ്സ് to designated officer with a copy to Commissioner of Food Safety. Options 7, 14, 21, 30. Correct answer option B 14. നമുക്കറിയാം ഫുഡ് സേഫ്റ്റി ഓഫീസർ ഒരു ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നോ സാമ്പിൾ എടുത്ത് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവരും. അത് ഫുഡ് അനലിസ്റ്റിന് കൊറിയറായി അയച്ചു കൊടുക്കും. ഫുഡ് സാമ്പിൾ കൊറിയറായി ഫുഡ് അനലിസ്റ്റിന് അയച്ചു കൊടുക്കുക എന്നതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ മെയിൻ ഡ്യൂട്ടി. അവർക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് റൈസോ പയറുവർഗ്ഗങ്ങളോ ഏതാണോ അയക്കേണ്ടത് അതിനനുസരിച്ച് സാമ്പിൾ എടുത്തതിന് ശേഷം അത് ഫുഡ് അനലിസ്റ്റിന് ടെസ്റ്റിനായി അയച്ചു കൊടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു FSSA, dash shall be responsible for inspection of food business, drawing samples and sending them to food analyst for analysis. Options: food safety officer, designated officer, assistant commissioner, commissioner. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഫുഡ് സേഫ്റ്റി ഓഫീസർ. അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഫുഡ് സാമ്പിൾ അനാലിസിസിന് അയച്ചു കൊടുക്കുക എന്നത്. നെക്സ്റ്റ് വൺ, NABL സ്റ്റാൻഡ്സ് ഫോർ
Options: National Analytical Board for Laboratories, National Accreditation Board for Testing and Certification of Laboratories, National Analytical Board for Testing and Calibration of Laboratories, National Accreditation Board for Testing and Calibration of Laboratories. Correct answer option D, National Accreditation Board for Testing and Calibration of Laboratories. It is an autonomous body under the guidance of the Department of Science and Technology, Government of India. It provides accreditation to testing and calibration of clinical laboratories in the country. Accreditation നൽകുക എന്നത്. Next one. According to FSSA, food analyst should cause to be analyzed the sample and shall send the 4 copies of report to options: Food Safety Officer, Designated Officer, Commissioner, FSSAI. Correct answer option B, Designated Officer. അതായത് FSO അയച്ചു കൊടുത്ത സാമ്പിള് അതിൻ്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഫുഡ് അനലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഡെസിഗ്നേറ്റഡ് ഓഫീസർക്കാണ്. ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത് തന്നെയാണ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ എന്ന് പറയുന്നതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു FSSA, appeal against a report of food analyst shall lie before the options: Food Safety Officer, Designated Officer, Commissioner, FSSAI. Correct answer option B, Designated Officer. Appeal against a report of food analyst shall lie before the Designated Officer. Next one. Guys, ഇന്നത്തെ question. According to FSSA, any person who, whether by himself or by any other person on his behalf, manufactures for sale or stores or sells or distributes or imports any article of food for human consumption which is substandard shall be liable to a penalty which may extend to options: 2 lakh rupees, 3 lakh rupees, 5 lakh rupees, 10 lakh rupees. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസുമായി ഉടൻ തന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.